ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമറുടെ പാനൽ വാഷിന് പോയതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ട് എങ്ങനെയാണ് പാനൽസ് വാഷ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിക്ക് പൊടി കാര്യങ്ങളെല്ലാം പാനൽസും ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാർ വാഷിൻ്റെ ഷാമ്പു ആണ് പാനൽ വാഷ് ചെയ്യാനായിട്ട്. ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പു ആയതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യെത്തുന്ന ഭാഗത്തെല്ലാം അത് യൂസ് ചെയ്യാം. ഇത്രയൊക്കെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും പ്ലാന്റിന് പ്രൊഡക്ഷൻ കുറവുണ്ടായിരുന്നില്ല. 5 കിലോ വാട്ട് പ്ലാന്റാണ്. 5 കിലോ വാട്ട് പ്ലാന്റിന് ഞങ്ങളന്ന് കഴുകാൻ ചെന്ന ദിവസം പോലും 26 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. കൈയെത്താത്ത സ്ഥലത്ത് നമ്മൾ മോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. മോപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പാനൽ ഒരിക്കലും ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ മോപ്പ് യൂസ് ചെയ്യരുത്. എപ്പോഴും പാനൽ വെറ്റായിരിക്കണം. അതുപോലെ ഈ കാർ വാഷ് ഷാമ്പു ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കഴുകാൻ കയറുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും പ്ലാന്റ് ഡിസ്കണക്ട് ചെയ്യുക, ഇൻവെർട്ടർ ഓഫ് ചെയ്യുക, അതുപോലെ ACDB DCDB ഓഫ് ചെയ്യുക. പാനൽസ് ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ പോലും റൂഫിംഗ് ഷീറ്റിൻ്റെ മുകളിൽ ചെയ്തേക്കുന്ന പ്ലാന്റുകൾ നമ്മൾ വാഷ് ചെയ്യാൻ കയറുമ്പോൾ ഒരാൾ നമ്മൾ വാച്ച് ചെയ്യാൻ അവിടെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കാരണം സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വാക്ക് വേയിൽ നടക്കുമ്പോൾ ഈ സോപ്പ് പത ഒക്കെ താഴെ കിടപ്പുണ്ടാകും. അപ്പോൾ അതിൽ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അപകടം ഒഴിവാക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ പാനൽസ് ക്ലീൻ ആയിട്ടുണ്ട്.